പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ജീവിതം അവസാനിപ്പിച്ചാൽ മതിയായിരുന്നു. കരയിലെ ആട്ടിൽ കാണും കണ്ണുടിക്കും. രമേ 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 എന്താ ചേച്ചി? എന്തൊരു ശബ്ദം കേട്ടെ? ചേട്ടൻ അയ്യോ പാലു പിടിയടി. എന്താ ചേച്ചി? എന്റെ ഒപ്പം കിടന്ന് നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തിയേ? ഞാൻ എണീറ്റ് രമയെ നോക്കാൻ. രമേ നോക്കാനോ? എന്താടാ ഞാൻ എണീറ്റ് രമയെ നോക്കാൻ എണീറ്റത്. രമയെ നോക്കാൻ? രമയെ നിന്നെ നോക്കാൻ. എല്ലാം നോക്കാൻ? ഞാൻ അവിടെ കിടക്കയില്ലേ? യവൻ കരയണ്, ഇവള് കണ്ണീര് തുടച്ചു കൊടുക്കണ്. ശശി ഇത് മറ്റേ സ്വപ്നാടനം, സ്വപ്നാംബുലിസം. പോടാ മറിഞ്ഞോടാ, ഞാൻ എല്ലാം കണ്ട്. ഏത്? എല്ലാം കണ്ട്. നീലു വാ പിടി പിടി പിടി, ഞാൻ പറയട്ടെ നെല്ലി പിടി. വാ ഞാനും പിടി. പിടിയടാ. എന്റെ അമ്മോ, യവനെ വിശ്വസിക്കില്ല കേട്ടോ, അവൻ കള്ളനാണ്. കൊള്ളണോ? അവിടെ കടാ വീണു. ആ വീണിട്ട് അവിടെ കിടക്കട്ടെ. ശരിക്ക് കിട്ടിയല്ലേ? നന്നായി. ഇതാ ചായ. വയസ്സാം കാലത്ത് ഓരോരോ അഭ്യാസങ്ങൾ നിർത്തി തരാൻ ഞാൻ. എങ്ങനെ പറയാടി, എന്റെ ചങ്ക് നീർന്നു. ഞാൻ അതിനല്ല പോയത്, അവരെ സ്വൈരവികാരം കണ്ടുപിടിക്കാൻ. സംശയമല്ലേ? സംശയം എന്താ ഇത്? അച്ഛൻ വയ്യാണ്ടിരിക്കുമ്പോ അച്ഛൻ പറയാറില്ലേ ശവത്തി കുത്തരുതെന്ന്? ശവോ? നീ എന്തിപ്പോ ഇങ്ങോട്ട് വന്ന? അല്ല, ഇന്നലെ രാത്രി ഞാൻ അറിഞ്ഞ് അച്ഛൻ വീണ് പരിക്കൊക്കെ പറ്റിന്ന്, അപ്പൊ ഒന്ന് കാണാൻ വന്നതാ. ഇന്നലെ രാത്രി അറിഞ്ഞിട്ട് ഇപ്പോഴാണ് കാണാൻ പറഞ്ഞത്? അതേടി എന്നാ കാണ്. അച്ഛൻ വാർഡിൽ അഡ്മിറ്റ് ആയി കിടക്കേ കാണാൻ. അപ്പോൾ മുന്തിരി ഞാൻ കൊണ്ടുവന്നാ? അതെ, എനിക്കിന്ന് ഡാൻസ് പ്രാക്ടീസ് ഉണ്ട്, അപ്പൊ ഞാൻ പോവാ. ദിവസം പ്രാക്ടീസിന് മതിയാര് ഡോക്ടറാ? അച്ഛൻ എന്തെന്നൊക്കെ വിളിച്ചു പറയണു? ഉള്ള ബോധം പോയാ? ആ, നിന്റെ അമ്മയെ കെട്ടിയതിന് ശേഷം ഉള്ള ബോധമൊക്കെ പോയി. അച്ഛൻ ഞാൻ പോണ്. പോയിട്ടാ. നന്നായി വാ. അമ്മ പോയിട്ടാ. ഓക്കെ. അതെ, അവര് രണ്ടുപേരെ വേറിലും അല്ല, അവര് രണ്ടുപേരെ മേലിലും ഒരു കണ്ണു വേണം. ആ രണ്ടുപേരും രമയാണെങ്കിൽ പുരുഷ സാമീപ്യം ഇല്ലാതെ വിഭദ്രമതിയായിട്ട് നിൽക്കുകയാണ്, ഭർത്താവില്ലാതെ നിൽക്കുകയല്ലേ. മറ്റവനാണെങ്കിൽ പെണ്ണും കിട്ടാതെ, അല്ല പെണ്ണ് കെട്ടാതെ മൂരിക്കുട്ടനെ പോലെ കറങ്ങി കൊണ്ട് കിടക്കുകയാണ്. രണ്ടിനെയും കൂടെ ഒരുമിച്ച് നിർത്തിയാൽ ശരിയാവില്ല, അത് അപകടത്തിന് ഇതാണ്. ഒന്ന് പോവാലോ, പ്രത്യേക വർത്താനം പറയാണ്ട്. രമ നല്ല കുട്ടിയാ, ശ്രീ നല്ല തന്നെയാ. സ്ത്രീയെ കുറിച്ച് മോശമായിട്ട് ലോകത്ത് ആകെ പറയണത് നിങ്ങൾ മാത്രമേ പറയുള്ളൂ. അവൻ ആരോടും അപമര്യാദയായിട്ട് പെരുമാറാനും അറിയില്ല. അവൻ ആരോട് മോശമായിട്ട് പെരുമാറണ്ട, അവര് തമ്മിൽ മോശമായിട്ട് പെരുമാറിയാൽ മതി. അവൻ വരുന്നുണ്ട്, സൂക്ഷിച്ചോ. അവൻ വരുന്നുണ്ട്. ഞാൻ പോണു, ചായ തുടിക്കും. ആ ശ്രീകുട്ടാ, ഓ സുഖം തന്നെ ഇടേ. എനിക്കെന്തോന്ന് സുഖം അളിയാ? അളിയനല്ലേ സുഖിക്കണേ. ചേട്ടാ ചായ. ഒന്ന് കുടിച്ചോണ്ടിരിക്കുകയല്ലേ, നീ ഇതും കൂടെ താങ്ങൂല. കുടിപ്പിച്ചെടുത്തോളം മതി. ചേട്ടാ ഇതോടെ കുടിക്കേ? വേണ്ട. രമേ ആ ചായ തന്നെ കോട്. നല്ല ചായ. ഇത് രമ ഉണ്ടാക്കിയതാ? അവള് തന്നെ ഉണ്ടാക്കി, അവളെ കൈ കൊണ്ട് ഉണ്ടാക്കിയത്. നല്ല കൈപ്പുണ്യം ഉണ്ട് കേട്ടോ. താങ്ക് യു ചേട്ടാ. എടാ കറിയൊക്കെ റെഡിയായോ? ആ അതാ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഞാനേ ഈ പപ്പടം കൂടെ എടുത്ത് ചുരുട്ടെ. വേഗം ചേടി, വിശക്കുന്നു. അയ്യോ, നമ്മുടെ മോള് കരയുണ്ടല്ലോ, നമ്മുടെ അനിയത്തിക്കുട്ടി. ഓ ആ ഇതമ്മോട്ട് അമ്മ വന്നൂല്ലോ. അമ്മ കൊച്ചിനെടുത്തേ. അമ്മേ, ഞങ്ങള് മോൾക്ക് ഫുഡൊന്നും കൊടുത്തിട്ടില്ല, ഭക്ഷണമൊക്കെ റെഡിയാ. അമ്മ കൊടുക്കുവോ? നിങ്ങൾക്ക് ഈ കളിയൊക്കെ ആരാ പറഞ്ഞു തന്നെ? അച്ഛനെ പറഞ്ഞു തന്നെ. അച്ഛൻ കുട്ടിക്കാലത്ത് ഇങ്ങനത്തെ കൊറേ കളി കളിച്ചിട്ടുണ്ട് അത്രേ. ഇതിന്റെ പേരാണ് കഞ്ഞിമേർ. കുട്ടുമാമ വന്നല്ലോ. അച്ഛൻ റെഡി. അപ്പൊ അച്ഛൻ റെഡി. കുട്ടുമാമ അച്ഛൻ അവിടെ ഇരിക്കെ. അച്ഛനും റെഡി, അമ്മയും റെഡി. കൊച്ചിന് ഭക്ഷണം കൊടുക്കണം കേട്ടോ അമ്മ. ആ ഫുഡ് എടുത്തേ? ഫുഡ് എടുത്ത രണ്ടുപേർക്കും പടി ഫുഡ് കൊടുക്കാം. ഫുഡ് എടുക്കണേ? ഞാൻ തന്നെ ഉണ്ടാക്കിയത്. കൊടുക്കാം.
എനിക്ക് വേണ്ട, ഒന്ന് പോവുള്ളാരാണ്. എന്തോന്ന് മാമ ഇത് കഴിച്ചേ? അമ്മ കഴിക്കുമ്പോ അച്ഛനും കഴിക്കണം. ഓ എന്തോന്ന് മാമ? അയ്യോ മാമനൊരു അച്ഛനാ. എന്തോന്ന് അച്ഛാ ഇത്? കഴിക്ക്. കാശ് തൊട്ടച്ഛാ. അയ്യോ രമ കരയാണോ? എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളോർത്ത് കരയണേ? രമേ വെറുതെ ഓരോന്നും ഓർക്കണ്ട കേട്ടോ. മാമ എന്തിനാ ആന്റി കരഞ്ഞേ? കല്യാണം കഴിഞ്ഞിട്ട് ആന്റിക്ക് നിങ്ങളെപ്പോലുള്ള കുട്ടികളില്ലല്ലോ, അതുകൊണ്ട് കരഞ്ഞതാ. അയ്യോ പാവല്ലേ. രമ കരഞ്ഞായിരുന്നോ? ഇല്ല ചേച്ചി, പിന്നെന്താ കണ്ണ് കലങ്ങിയിരിക്കണേ? ഒന്നുമില്ല. എപ്പോഴും സംഭവിക്കുന്ന പോലെ സംഭവിച്ചാണോ? എന്താ? അല്ല, കണ്ണിലെ ഇടയ്ക്ക് ഇങ്ങനെ പൊടി പോവാറുണ്ടല്ലോ. ഇല്ല ചേച്ചി, ഒന്നുമില്ല. രമയുടെ ഭർത്താവ് എപ്പോഴൊന്നും വല്ല ഐഡിയ ഉണ്ടോ? എനിക്കറിയില്ല ചേച്ചി. അവളെ ഭർത്താവിന് വരേയില്ല, അപ്പൊ കാര്യങ്ങൾ എളുപ്പമായല്ല. നിങ്ങൾ 24 മണിക്കൂറും ആ കൊച്ചിൻ്റെ പുറകെ നടന്ന് ഇങ്ങനെ അതിനെ സൂക്ഷിച്ച് ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടേ ഇരിക്കുകയല്ലേ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റുമല്ലോ, പറയുന്നതൊക്കെ കേൾക്കാനും പറ്റുമല്ലോ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നത് നടക്കാൻ പോണില്ല. എത്രയൊക്കെ വിചാരിച്ചാലും എൻ്റെ അനിയനെ നിങ്ങളെ കുടുംബത്തിലുള്ള ഒരു പെണ്ണിനെ കൊണ്ട് പോലും വിവാഹം ചെയ്യിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അത് പറ്റില്ല. പിന്നെ അവനൊട്ടും താല്പര്യവും ഇല്ല അതിന്. അവൻ ഇഷ്ടമാണെങ്കിൽ നീ ആലോചിക്കും. എന്താണ് ഞാൻ വന്നപ്പോ സംസാരം നിർത്തി കളഞ്ഞു? ഏയ്, ഞങ്ങളിവിടെ ഒന്നും പറഞ്ഞൊന്നുമില്ല. ഒന്നും സംസാരിച്ചില്ല. രണ്ടുപേരുടെ മനസ്സിലിരിപ്പ് എനിക്ക് മനസ്സിലാവും. എനിക്ക് എല്ലായിടത്തും സ്നേഹമൊക്കെ തന്നെ എന്ന് പറഞ്ഞാൽ എനിക്ക് എല്ലാവർക്കും ജീവിതമൊന്നും കൊടുക്കാൻ പറ്റുന്നില്ല. അവ ഇപ്പൊ പറഞ്ഞെന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. നീ അവന് വേണ്ടി രമ ആലോചിച്ച് ഉറപ്പ്. എന്തോന്ന് പാലു ഇത്? ആ, നിങ്ങളെ ബുദ്ധി എനിക്ക് മനസ്സിലായി. നിങ്ങൾ അവൻ്റെ അടുത്ത് രമേൻ്റെ കാര്യം സൂചിപ്പിച്ചല്ലേ? ഡേ, അവളെ കളഞ്ഞിട്ട് പോയില്ല അവളെ ഭർത്താവ്. ദൈവാലടി നിന്റെ അനിയനെ വെച്ച് നോക്കുമ്പോ ബാലു ഉള്ളെന്ന് പറഞ്ഞാൽ കള്ളന് തുള്ളല് അല്ല, കള്ളിക്ക് തുള്ളല്. തുള്ളടി തുള്ളു തുള്ളി തുള്ളി പോ. പോയി പോയി വീട്ടിൽ കിടക്കാൻ. പോടാ. എടാ നോക്ക്. ആ മനസ്സിലായി മനസ്സിലായി. എനിക്ക് മനസ്സിലായി. ഇവൻ പറയട്ടെ. പോന്ന് നോക്കി ഏതെങ്കിലും വീട്ടിൽ കയറി ഫുഡ് കഴിച്ചിട്ട് പോണം. പോ ചേച്ചി, ഇവരടുത്ത് പറഞ്ഞാ ചേച്ചി. ഞാൻ തന്നെ സിനിമയുടെ പേര് പറയാം. ദൂരെ ദൂരെ ഒരു കൂട് കൂട്ടാം. അതാണ് ഇത്ര നേരം കാണിച്ചുകൊണ്ടിരുന്നത്. ഇതെന്താ ഉണ്ടായതാ? നീ നിങ്ങൾ കളിച്ചോ, ഞാൻ പോവാ. കിട്ടുമാമ നമുക്ക് കളിച്ചാലോ? എന്ത് കളി? ഞാനൊരു സിനിമ പേര് മാമന്റെ ചെവി പറയും. അത് മാമൻ ആക്ഷനിലൂടെ കാണിക്കണം. ഇവനത് ഏത് സിനിമ പേരാന്ന് പറയും. കളിക്കാം. സിനിമ പേര്? സിനിമ പേരായിരിക്കും. ഇവിടെ നിന്നോളാം ആന്റി. നിന്ന് കാണിക്കുന്നാലേ ഇവന് കാണാൻ പറ്റൂ. ആർക്ക്? നിന്നെയാണോ കാണിക്കണ്ടേ? എന്നെയല്ല, ഞാൻ പറഞ്ഞു തരുവാ. പറഞ്ഞു കൊടുക്ക. മനസ്സിലായാ? കാണിക്ക്. ശ്രദ്ധിച്ചിരുന്നു കേട്ടോ. ഞാൻ ഇറുക്കിയേ? ഒന്നുകൂടെ കേട്ടോ. ശ്രദ്ധിച്ചേക്കേ. ഞാൻ നീ ഇറക്കി. എടാ പോടാ, ഇറങ്ങി പോ. എടാ പൊട്ട, അങ്ങനത്തെ ഫിലിം ഉണ്ടോ? അതാണ് ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ഫിലിം. ന്യൂ ജനറേഷൻ ഫിലിം. ശിവ, ഇങ്ങോട്ട് വാ. എന്താ കഴിക്കാൻ വിളിക്കുന്നത്? പോ. വേഗം ചെല്ലട്ടെ, അല്ലെങ്കിൽ ഒന്നും കിട്ടില്ല. രമയ്ക്ക് ഞാൻ പറഞ്ഞുതരാം. എന്താ അത്?
ഞാൻ ആ എൻ്റെ 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 പിന്നെന്താ എൻ്റെ പേര് ചേട്ടൻ എൻ്റെ നീ 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 ആ കൈ രണ്ടും ചേർത്തു വഴക്കൂടി ചേട്ടാ എനിക്ക് മനസ്സിലാവുന്നില്ല. കെട്ടിപ്പിടിച്ചു. മനസ്സിലായില്ല ചേട്ടാ എനിക്ക്. എനിക്ക് ബന്ധം ബന്ധം നല്ല ബന്ധം ഇഷ്ടം ഞാൻ ചേട്ടൻ ആ നെഞ്ച് ചേട്ടൻ മറക്കാലോ നീ ആ ഇഷ്ടം ആ നീ ഇഷ്ടം ചേട്ടൻ ഇഷ്ടം നീ ആ നിന്നിഷ്ടം അതാണ് പറഞ്ഞത്. എന്ത് അല്ല ഞങ്ങൾ സിനിമാ പേര് കാണിച്ച് കളിച്ചതാ. എന്താ നിങ്ങൾ കളിക്കായിരുന്നു? ഇങ്ങനെ ഞാൻ കളി പഠിപ്പിക്കാം. അളിയും കുറേ കളി കണ്ടവനാണ്. രമ പോ. ചെല്ലട്ടെ. കളിക്കാനും സമ്മതിക്കൂല അളിയാ. കളിക്കാനും സമ്മതിക്കൂലേ. ഞാൻ പറഞ്ഞില്ല കളി പഠിപ്പിക്കാടാ നിന്നെ. എന്റെ മനസ്സിലൊന്നുമില്ല അളിയാ. അയ്യോ നീ കൊച്ചു പിള്ളയല്ലേടാ, നിന്റെ മനസ്സിലൊന്നുമില്ല. പക്ഷേ നിന്റെ ചേച്ചിയുടെ മനസ്സിലുണ്ട് കേട്ടാ. അളിയാ കളി കണ്ട് സിനിമാ പേര് അളിയ പിന്നെ ഈ വേണ്ട വേണ്ടെന്ന് വിചാരിക്കുമ്പം അളിയ പിന്നെയും പിന്നെയും തലേ കയറാണ്. ശ്രീകുട്ടം വിചാരിച്ച കൊണ്ടേ മലക്കൂ. ആരാ അളിയന് മനസ്സിലായല്ല. പോടാ പോടാ. I crush my car into the bridge and watch it let it burn. I throw your shit into a bag and pushed it down the stairs. I crush my car into the bridge. I don't care. I love it. I don't care. നമ്മള് പാട്ട് കേൾക്കണ എവിടെ? അവര് പുറത്ത് കളിക്കണ്ട്, വിളിക്കണോ? എനിക്ക് അച്ഛന് മോളെടുത്താണ് ഒരു കാര്യം പറയാനുള്ള. എന്താ അച്ഛാ? ഇവിടെ എന്ത് നടന്നാലും അച്ഛൻ അറിയാത്ത കാര്യങ്ങൾ എന്ത് നടന്നാലും അത് മോള് അച്ഛനെ അറിയിക്കണം. കേശു ശിവ എന്ത് പ്രശ്നം ഉണ്ടാക്കിയാൽ ഞാൻ അച്ഛനെ അറിയിക്കാം. അവര് മാത്രമല്ല, അമ്മ ഇപ്പം ആരടുത്ത് എന്തെങ്കിലും പറഞ്ഞാലോ കുട്ടുമാമ ആരടുത്ത് എന്തെങ്കിലും പറഞ്ഞാലോ അത് മോള് കേട്ടില്ലെങ്കിലും വേറെ ആരെങ്കിലും പറഞ്ഞറിഞ്ഞാലും മോളച്ഛൻ്റെ അടുത്ത് പറയണം. പറയൂ? പറയാം. പോയിരുന്നു പഠിക്ക്. അല്ലെങ്കിൽ വേണ്ട, ഗെയിം ഉണ്ടാ? ആ ഉണ്ട്. ഗെയിം കളിച്ചോ. ഐസ്ക്രീം വാങ്ങിക്കാൻ പൈസ വേണോ? വേണ്ട. ഷാർജ കുടിക്കണ? വേണ്ട. മസാല ദോശ? വേണ്ട അച്ഛാ. ബിരിയാണി? വേണ്ടേ? വേണ്ട. പറയണേ. പറയാം. ഒന്നും പറയല്ല ആരടുത്തും. ഇല്ല, പ്രോമിസ്. ബാലു Got my feelings on a summer day when you... അത്രയും പാട്ട്. അച്ഛനെന്താ പറഞ്ഞിട്ട് പോയേ? അച്ഛനെന്താ പറഞ്ഞിട്ട് പോയെന്ന്? ഒന്നും പറഞ്ഞില്ല. എന്നാ ശരി. അമ്മ, അച്ഛൻ പറഞ്ഞു ഇവിടെ ആര് എന്ത് സംസാരിച്ചാലും അച്ഛൻ അറിയാത്ത കാര്യം എന്ത് പറഞ്ഞാലും ഞാനത് അച്ഛനോട് ചെന്ന് പറയണമെന്ന്. എന്നാ പറയണ്ട. പറയണ്ടേ? പറയണ്ട. ആ, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അമ്മയോട് പറയണം. കേട്ടല്ലോ? പഠിക്കോട്ടാ. പഠിച്ചേ.
You want me down on the earth, but I am up in space. മാമ മക്കളെ ലച്ചു, ഓ അമ്മ എന്തോന്നൊന്ന് പറഞ്ഞിട്ട് പോയേ? ഇവിടെ എന്ത് നടന്നാലും ഞാനത് കുട്ടുമാവനെ വന്ന് അറിയിക്കാം, പോരെ? ആ, ഇവിടെ എന്ത് നടന്നാലും മക്കള് ഒരു വാക്കുപോലും വിടാതെ മാമനെ അറിയിക്കണം കേട്ടാ. എന്റെ മാമ ഇതൊക്കെ എന്തിനാ എന്നെ ഏൽപ്പിക്കണേ? അവര് പറഞ്ഞു ഇവരോട് എന്ന് പറയാ, ഇവര് പറയണം അവരോട് എന്ന് പറയാ. കേശുവിനെ ശിവോട് ഏൽപ്പിച്ചാ പോരെ? ഓരോന്നിനും ഓരോരുത്തരുണ്ട് മക്കളെ. ഇവിടെ നടക്കണത് അവിടെ പോയി പൊലിപ്പിച്ച് പറയാൻ മക്കളെ കഴിഞ്ഞ് ഇവിടെ വേറെ ആരെങ്കിലും ഉള്ളൂ? പുരാണത്തിലെ മക്കളെ പോലെ 2 കഥാപാത്രങ്ങളാണുള്ളത്. ഒന്ന് നാരദൻ, മറ്റൊന്ന് മന്ദര. മാമൻ പോട്ടെ. രമ, ആരെങ്കിലും വരികയാണെങ്കിൽ അടിച്ചു വാരിക്കൊണ്ട് അങ്ങനെ നിന്നാ മതി. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേക്ക്. വേറൊന്നും കൊണ്ട് പറയല്ല. രമ ഇനി ഇവിടെ നിൽക്കണ്ട. ഇനി വരണ്ടെന്നല്ല, തൽക്കാലം ഇവിടെ നിന്ന് മാറിയേക്ക്. അളിയനും ചേച്ചിക്കും രമയെ നല്ല സംശയമുണ്ട്. രമയെ മാത്രമല്ല എന്നെയും. ആ സംശയം അത്രയ്ക്ക് നല്ലതല്ലല്ലോ. രമയുടെ ഒരു കൂട്ടുകാരി ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അങ്ങോട്ടേക്ക് പൊയ്ക്കോ. വെളുപ്പിനെ തന്നെ പൊയ്ക്കോ. ആരോടും പറയണ്ട. ശരി കേട്ടോ. സാരമല്ല രമ. രമ എന്നോട് പറഞ്ഞിട്ടാ പോയെന്ന് ഞാൻ പറഞ്ഞോളാം. അളിയനും ചേച്ചിക്കും സംശയമായതുകൊണ്ട് പോയതെന്നും പറഞ്ഞോളാം. പോരെ? ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കണം. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എന്നെ വിളിച്ചോ കേട്ടോ. തൽക്കാലം ഇത് വച്ചോ. വളഞ്ഞൊന്നും ചിന്തിക്കണ്ട. അങ്ങനെ ചിന്തിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. സാരമല്ല രമ, വിഷമിക്കണ്ട. എപ്പോഴാണ് രമയ്ക്ക് ഞാൻ ഇങ്ങോട്ട് വരാം. എനിക്കിതൊക്കെ പറയേണ്ട അധികാരമുണ്ട് രമയുടെ അടുത്ത്. കാരണം ഞാനാണല്ലോ രമ ഇവിടെ പിടിച്ച് നിർത്തിയത്. അപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കണം. ശരി. നിക്ക് നിക്ക് നിക്ക്. ആകാശം നിന്ന്. രമ നാളെ ഒറ്റയ്ക്ക് വേണ്ട. പിന്നെ ഞാനിവിടെ വരാം. എന്നോടൊപ്പം വരില്ലേ രമ? ചേട്ടാ, രമേ, 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 എന്നോട് പോയി. രമേ, ചായ രമയെ കണ്ടായിരുന്നാ? രമയെ കണ്ടായിരുന്നാ? അടുക്കളയെ കാണും. ഇല്ല, അടുക്കളയിൽ നിന്നല്ല ഞാനിപ്പോ വന്നേ. അടുക്കള ടൈപ്പിനെ എവിടെ ഒന്ന് വിളിക്കോ? എന്നോടാ പോയ? ആ, സെറ്റിയിലും ഇല്ല. രമയെ കണ്ടായിരുന്നു? അങ്ങോട്ട് വന്നാ? മുറിയില്ലല്ലോ. പിന്നെ അവിടെ പോയി? മക്കളെ പുറത്തു പോയി നോക്ക്, ആന്റി ഉണ്ടാന്ന്. റൂമിൽ നോക്കിയാ? അവിടെയൊക്കെ നോക്കിയെന്നേ. രമാന്റെ കണ്ടായിരുന്നാ? ആ, എനിക്കറിയില്ല. രാവിലെ തന്നെ എവിടെ പോവാനാ? ഇല്ല. ആ, ഇനിയിപ്പോ കുട്ടുമാമന്റെ ഒപ്പം പുറത്തെവിടെയും പോയിട്ടുണ്ടാവും. കുട്ടൂടെ? കുട്ടു പിടിയില്ലേ? ഇല്ല, മാമന് ഇന്നലെ രാത്രി ഇവിടെ ഉണ്ടായിരുന്നു. കുട്ടൂടെ പോയി? ആ, ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ശ്രീകുട്ടാ, 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 കിടന്ന് നിലവിളിക്കുന്നതിനാ? എന്നെ നിലവിളിക്കാതെ ബാഗ് നോക്കി കേരള ഫോൺ ചേടി. ശ്രീകുട്ട വിളി വിളി. ഓഫ്. അവന്റെ ഫോൺ ഓഫ്. എന്നെ വിളി. വിളി. വിളിക്കണല്ലേ? സ്വിച്ച് ഓഫ്. പോയി പോയി പോയി. ഞാൻ വിചാരിച്ച പോലെ തന്നെ പോയി. രണ്ടും കൂടെ ഒളിച്ചോടി പോയി. സത്യം പറ, അവരെവിടെ പോയി? അവരെവിടെ പോയെന്ന് പറ. അനാവശ്യം പറയരുത്. ഒളിച്ചോടി പോയല്ലേ? അതിന് വേണ്ടിട്ട് അവൾ ഇവിടെ കൊണ്ടു നിർത്തിയതല്ലേ? എന്റെ അനിയനെ കയ്യും കണ്ണും കാലും കാണിച്ച് അവള് വളച്ചോടിച്ചോണ്ട് പോയിട്ട് ഇപ്പൊ എവിടെ പോയെന്നല്ലേ? സത്യം പറ. എല്ലാം പറഞ്ഞു, ഇത് തമാശയല്ല. പറ. എന്നെ ഇഞ്ചിഞ്ചാറ്റ് കൊല്ലാടി. അവളെ ഭർത്താവ് പറഞ്ഞോണ്ടല്ല,
അവ ഇപ്പൊ ഇവിടെ എത്തും. ഒന്നാതാ കിഴങ്ങൻ ഭ്രാന്തരാണ്. പിന്നെ അവളെ അമ്മ അറിഞ്ഞ, തങ്കം ചേച്ചി അറിഞ്ഞുണ്ടല്ല, ആരനാട് മൊത്തം ലോറി പിടിച്ച് ജാതി ഇവിടെ എത്തും. ഞാൻ എന്ത് സമാധാനം പറയോടി? എന്ത് സമാധാനം പറയുന്നില്ല? ഞാൻ എന്റെ അച്ഛനോട് എന്ത് സമാധാനം പറയും? നിങ്ങളെ കെട്ടിയതിന്റെ പരാതി പരിഭവം ഇപ്പോഴും തീർന്നിട്ടില്ല. അതിനിടയ്ക്കാണ് ഒരു രണ്ടാം കെട്ടിയത് നിങ്ങളെ കുടുംബത്തിൽ നിന്ന് വന്ന് എന്റെ അനിയനെ വളച്ചെടുത്തോണ്ട് പോയത്. എന്റെ പൊന്നു രമേ, എന്തിനടി നീ മണ്ടത്തരം കാണിച്ച്? റോഡിൽ എത്രയോ പിച്ചക്കാരിരിക്കുന്നു, അവരിൽ ആരെങ്കിലും നീ കേട്ടാത്തത് എന്തിന്? എന്റെ ശ്രീകുട്ട, നീ ഇത്രയ്ക്ക് മണ്ടനാണോടാ? എനിക്ക് ഈ കൂടോത്ര കുടുംബത്തിൽ നിന്ന് പെണ്ണിനെ വേണമായിരുന്നോ? എത്രയോ അനാഥ പെമ്പിളര് റോഡിലുണ്ട്. അവരാരെങ്കിലും വിളിച്ചോണ്ട് വന്നിരുന്നെങ്കിൽ രണ്ട് കൈ നീട്ടി ഞാൻ നിലവിളക്കെത്തിച്ച് സ്വീകരിച്ചേനെ. അതെ, ഭിക്ഷക്കാർക്ക് നാടോടികൾക്കുണ്ട് അഭിമാനം. അവരെ തീരെ തരുന്നതായിട്ടല്ലേ?